ഓക്കെ, നമുക്കൊപ്പം സച്ചിൻ ദേവ് കൂടി ചെയ്യുന്നു. സച്ചിൻ ദേവ്, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ സച്ചിന്റെ നാട്ടിലാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സച്ചിൻ, നല്ലൊരു നാടാണ്. ഞാൻ പലതവണ പേരാമ്പ്ര വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു നാടിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ടോം ജോസഫ് എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ പിന്നീടാണ് ഈ മൂലാട് ഗ്രാമത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ആ ഗ്രാമത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്. മനോഹരമായ ഒരു ഗ്രാമം. ഞങ്ങൾ ചെങ്കോട്ട് മല കണ്ടു, ഇവിടെയുള്ള ചെറുപ്പക്കാരെ കണ്ടു, പഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ടു. ഇന്ത്യ മുന്നണിയുടെ പഞ്ചായത്തായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു മൂലാട്. അപ്പോൾ മൂലാടിന് വേണ്ടത് ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നമുണ്ട്, അത് നമ്മൾ പരിഹരിക്കാമെന്ന് നമുക്ക് റവന്യൂ മന്ത്രിയോട് പറയാം. അപ്പോൾ MLA അതിന് മുൻകൈ എടുക്കും. ഇത് ശ്രദ്ധയിൽ പതിഞ്ഞ വിഷയമാണോ സച്ചിൻ? തീർച്ചയായും വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എല്ലാവരും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുലാട് ഇപ്പം അരുൺ പറഞ്ഞതുപോലെ അതിമനോഹരമായ ഒരു ഗ്രാമീണ മേഖലയാണ്. അതോടൊപ്പം തന്നെ നല്ല കായിക പ്രതിഭകളെ, പ്രത്യേകിച്ച് വോളിബോൾ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു പ്രദേശം കൂടിയാണ് മൂലാട്. ആ പ്രദേശത്ത് ഏറ്റവും അധികം യുവജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ മാത്രമല്ല എല്ലാവരും വോളിബോളിന് നന്നായി ഇഷ്ടപ്പെടുന്നവരാണ്. വളരെ നേരത്തെ തന്നെ ആ മൂലാടിന്റെ ഗ്രാമീണ മേഖലകളിൽ വോളിബോൾ ടൂർണമെന്റുകളും വോളിബോളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുമൊക്കെ ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇഴകിച്ചേർന്ന നാടുകൂടിയാണ് കോട്ടൂർ പഞ്ചായത്തിലെ മൂലാടും നടുവണ്ണൂരും ഒക്കെ ഉൾപ്പെടെയുള്ള ആ പ്രദേശം. ഞങ്ങള് അവിടുത്തെ ഭൂമി ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ പരിമിതി. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ അധീനതയിൽ, അതായത് ജന്മിയില്ലാത്ത ഭൂമിയാണ്, നിഖ്യഭൂമിയാക്കി കണക്കാക്കപ്പെട്ട ജന്മിയില്ലാത്ത ഭൂമി ഈ ഗ്രൗണ്ട് നിർമ്മാണത്തിന് ആവശ്യമായ നിലയിൽ ഉപയോഗപ്പെടുത്താനുള്ള നിയമപരമായ സാങ്കേതിക തടസ്സം ഒഴിവാക്കാനുള്ള നടപടിക്രമത്തിലായിരുന്നു പഞ്ചായത്തും MLA എന്നുള്ള നിലയിൽ ഞാനും. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ വളരെ അനുകൂലമായ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ വളരെ നേരത്തെ പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ആ നാടിന്റെ വോളിബോൾ ഉൾപ്പെടെയുള്ള കായിക മേഖലയോടുള്ള അതിയായ താല്പര്യം പരിഗണിച്ചുകൊണ്ട് വോളിബോൾ കോർട്ടും അതോടൊപ്പം തന്നെ കായിക സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള വലിയ പരിശ്രമം ഇതിന്റെ ഭാഗമായി നടന്നു വരികയാണ്. പക്ഷേ നിയമപരമായ ചില സങ്കീർണതകൾ ഇതിനകത്തുണ്ട്. ജന്മിയില്ലാത്ത ഭൂമി ആയതുകൊണ്ട് തന്നെ ആ സങ്കീർണതകളൊക്കെ സച്ചിൻ വിചാരിച്ചാൽ മറികടക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, റവന്യൂ വകുപ്പ് മന്ത്രിക്കും താല്പര്യമുണ്ട്. സച്ചിൻ അതിനകത്ത് മുൻകൈ എടുക്കുന്നതിന് പ്രത്യേക നന്ദി. സച്ചിൻ, അത് യാഥാർത്ഥ്യമായാൽ അത് ഈ 1 വർഷത്തിനുള്ളിൽ ഒരു നിയമനിർമ്മാണം വന്ന് ഈ ജന്മിയില്ലാത്ത, നികുതി കെട്ടാത്ത ഈ ഭൂമി പഞ്ചായത്തിന് ലീസ് കൊടുക്കാൻ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കിയാൽ, അങ്ങനെ പഞ്ചായത്ത് ഈ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് റിപ്പോർട്ട് TV അടക്കം സഹായം നൽകും. അതായത് നമ്മൾ തന്നെ മറ്റ് ഇൻവെസ്റ്റേഴ്സിനെ തന്നെ അവരുടെ CSR ഫണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ നാടിനെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പൊ സച്ചിന്റെ ഒരു പ്രാഥമിക പരിഗണനയിൽ ഈ മൂലാട് ഉണ്ടാവണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായും വലിയ പിന്തുണയും എല്ലാവിധത്തിലുള്ള സഹായവും MLA എന്നുള്ള നിലയിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ തീർച്ചയായും എല്ലാ കാര്യങ്ങളിലും ഇടപെടും. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുടെ ഭാഗമായി നടപ്പിലാക്കണം. തീർച്ചയായിട്ടും ഉണ്ടാവും സച്ചിൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാമത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടി രാവിലെ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഈ ഗ്രാമത്തെക്കുറിച്ച് അറിയാം. അവരിൽ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടും. അതുകൊണ്ട് നമുക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് വേണ്ടത് നിയമ തടസ്സം മാറിക്കിട്ടുക എന്നുള്ളതാണ്. അതിന് MLAയും ഒപ്പം തന്നെ റവന്യൂ മിനിസ്റ്ററും ഇടപെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ടെലിഫോൺ ഇപ്പോൾ കിട്ടുന്നില്ല. നമുക്ക് അല്പസമയത്തുള്ള അദ്ദേഹത്തോടും നമുക്ക് ഈ കാര്യം ചോദിക്കാം. സച്ചിൻ കാര്യം ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഞങ്ങളെല്ലാവരും സച്ചിൻ പിന്നിലുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒരു കാര്യം കൂടി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികവാർന്ന ഒരു വോളിബോൾ അക്കാദമിയുള്ള നാടാണ് ബാലുശ്ശേരി മണ്ഡലത്തിലെ നടുവണ്ണൂർ. അതായത് ഈ അരുൺ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത പ്രദേശം. ഏറ്റവും മികവാർന്ന, കഴിയുമെങ്കിൽ എൻ്റെ ഒരു അഭ്യർത്ഥന, ആ വോളിബോൾ അക്കാദമി ഒന്ന് പോയി കാണണം. നമ്മൾ കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയിലധികം വരുന്ന തുക ചെലവഴിച്ചു. ഏറ്റവും മനോഹരമായ മാപ്പിൾ വുഡ് ഉൾപ്പെടെയുള്ള ഇൻഡോർ കോർട്ടുകളുള്ള, വിദ്യാർത്ഥികൾക്ക് താമസിച്ച് വോളിബോൾ പരിശീലനം നേടി ഏറ്റവും മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള നിലയിൽ ഒരു വോളിബോൾ അക്കാദമി ഞങ്ങൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി ഈ സമീപകാലത്താണ്, ഈ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏറ്റവും ആധുനിക സംവിധാനങ്ങളോട് കൂടിയ കേരളത്തിലെ ഒരു വോളിബോൾ അക്കാദമി എന്ന പ്രത്യേകത നടുവണ്ണൂർ വോളിബോൾ അക്കാദമിക്കുണ്ട്. തൊട്ടടുത്ത സമീപ പ്രദേശമാണ്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടി ആകർഷകമാവും.
നമുക്കൊപ്പം ചേർന്നതിന് പ്രഭാതത്തിൽ. അപ്പോൾ നടുവണ്ണൂരിലെ വോളിബോൾ അക്കാഡമി പോലെ ഒരു മികച്ച ഒരു വോളിബോൾ പരിശീലന കേന്ദ്രമായി ഈ കോട്ടൂരും മാറട്ടെ. അപ്പോൾ കോട്ടൂരിനെ ഭാവിയിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്, മൂലാടിനെ അടയാളപ്പെടുത്താൻ പോകുന്നത് വോളിബോൾ താരങ്ങളെ സംഭാവന ചെയ്ത പഞ്ചായത്ത് എന്ന നിലയിലാവട്ടെ.